ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ഇഗ്നോയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ച കാര്യമായിരുന്നു, ഇഗ്നോയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവുക, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ അതിലെന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ട്. സോ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇഗ്നോയുടെ ഡിഗ്രിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരുന്നത്. ഇതിനകത്ത് നമ്മുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ പേര് കൊടുത്തിട്ടുണ്ട്, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് സ്റ്റുഡൻറ്റിൻ്റെ പേരാണ്. സ്റ്റുഡൻറ്റിൻ്റെ പേരും പിന്നെ ഏത് എക്സാമിലാണോ ആ സ്റ്റുഡൻറ്റ് കംപ്ലീറ്റ് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ചെയ്തിട്ടുള്ളത് ആ ഒരു എക്സാമാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഈ സ്റ്റുഡൻറ്റ് 2021 ഡിസംബർ ആയതുകൊണ്ട് തന്നെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പ്രോഗ്രാമിൻ്റെ പേരാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം ബാച്ചലർ ഓഫ് ആർട്സ് മേജർ ഇൻ സോഷ്യോളജി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൺഫ്യൂസിങ് ആവേണ്ട, ഇത് 2018 സിലബസ് പ്രകാരമാണ് ഇങ്ങനെ. ഇപ്പോൾ നമുക്കറിയാം ഡിഗ്രി ഹോണേഴ്സും ജനറൽ എന്ന രീതിയിലാണ്, അപ്പോൾ ഇങ്ങനെ മെൻഷൻ ചെയ്യില്ല. ഇത് പഴയ സിലബസ് പ്രകാരമുള്ള പ്രോഗ്രാം നെയിമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സോഷ്യോളജി എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഡിവിഷൻ ഉണ്ടായിരിക്കും, അതായത് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണോ സെക്കൻഡ് ക്ലാസ് ആണോ ഡിസ്റ്റിങ്ഷൻ ആണോ എന്നുള്ള കാര്യമൊക്കെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ 2 സൈനാണുള്ളത്. ഇഗ്നോ വൈസ് ചാൻസലറുടെ സൈനും ഉണ്ട്, രജിസ്റ്റേർഡ് സൈനും ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഇഗ്നോ സർട്ടിഫിക്കറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. പിന്നെ ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട് ഓരോ ലൈനും, അതുപോലെ തന്നെ ഹിന്ദിയിലും കൊടുത്തിട്ടുണ്ട്. ഇഗ്നോയുടെ എംബ്ലം ഉണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. പിന്നെ സർട്ടിഫിക്കറ്റിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് അത്ര വലിയ തിക്കായിട്ടുള്ള ഒരു പേപ്പറൊന്നുമല്ല നമ്മുടെ ഇഗ്നോയുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഒരു 2 A4 സൈസിലുള്ള പേപ്പേഴ്സ് ഒട്ടിച്ച് വെച്ചാൽ അത്രയും തിക്നെസ് മാത്രമേ ഈ ഒരു പേപ്പറിന് വരുന്നുള്ളൂ. ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കവറിൽ വെച്ചിട്ടാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ക്വാളിറ്റി വൈസ് എത്രയേ നമുക്ക് ഇഗ്നോയുടെ ഒരു സർട്ടിഫിക്കറ്റിനെ പറ്റി പറയാനുള്ളൂ. ബാക്കി കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങളുടെ അടുത്ത് മെയിനായിട്ട് പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ, ഈ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ കിട്ടുന്നത് ഏകദേശം ഒരു 1 ഇയറോളം എടുത്തിട്ടാണ്. അതായത് നമ്മുടെ കോൺവെക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ബൈ പോസ്റ്റൽ എന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളതെങ്കിൽ ഏകദേശം 1 വർഷത്തോളമൊക്കെ സമയം എടുക്കുന്നുണ്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടാൻ. നമുക്ക് കോൺവെക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കോൺവെക്കേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ബൈ പോസ്റ്റലായിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് മതി എന്നുള്ള ഓപ്ഷൻ കൊടുത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് തന്നെ കയ്യിൽ വേണം എന്നുള്ളവരാണെങ്കിൽ ബൈ പോസ്റ്റിൽ നിന്ന് കൊടുത്തിട്ടുള്ളവരാണെങ്കിൽ പോലും, കോൺവെക്കേഷൻ അറ്റൻഡ് ചെയ്യുന്നില്ല സർട്ടിഫിക്കറ്റ് ബൈ പോസ്റ്റിലാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളവർ പോലും കോൺവെക്കേഷന് ശേഷം നിങ്ങളുടെ റീജിയണൽ സെൻറ്ററിൽ പോയിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നേരിട്ട് കൈപ്പറ്റുന്നതാവും ഒന്നും കൂടെ ബെറ്റർ. പെട്ടെന്ന് തന്നെ നേരിട്ട് ഒറിജിനൽ സെറ്റ് കൈ വേണം എന്നുള്ളവർക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ നമ്മൾ ഹയർ സ്റ്റഡീസിനോ ജോബിനോ ഒന്നും ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ ലേറ്റ് ആവുന്ന ബാധിക്കില്ല. കാരണം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു വിത്തിൻ 60 ഡേയ്സിനുള്ളിൽ നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റൊക്കെ നമുക്ക് കയ്യിൽ കിട്ടുന്നതായിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് ഹയർ സ്റ്റഡീസിൻ്റെ പർപ്പസിനും അതുപോലെ തന്നെ ജോബിൻ്റെ കാര്യങ്ങൾക്കൊക്കെ അത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് പറയുന്നത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമായിട്ട് കയ്യിൽ വേണം എന്നുള്ളവർക്ക് കോൺവെക്കേഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ബൈ പോസ്റ്റിലാണ് കൊടുത്തിട്ടുള്ളവർക്കും കോൺവെക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് റീജിയണൽ സെൻറ്ററിൽ പോയിട്ട് വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലാത്ത പക്ഷം ഇത്ര സമയം ഏകദേശം ഒരു 1 ഇയർ, ഏപ്രിലായിരുന്നു എൻ്റെ കോൺവെക്കേഷൻ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1 ഇയറോളം ആവാനായിട്ടുണ്ട്. ഈ സമയത്താണ് ഇപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്നത്. ബൈ പോസ്റ്റിലാകുമ്പോൾ അവരെന്നത് അയക്കും എന്നുള്ള കാര്യത്തിലൊന്നും നമുക്കൊരു കൺഫർമേഷൻ ഇല്ല. അപ്പോൾ ഇത്ര കാലം നമ്മളിത് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നും നമുക്കറിയില്ല. സോ അങ്ങനെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ വേണം എന്നുള്ളവർ നമുക്ക് പോയിട്ട് ഈ ഒരു കോൺവെക്കേഷന് ശേഷം റീജിയണൽ സെൻറ്ററിൽ പോയിട്ട് ഡയറക്റ്റ് പോയിട്ട് വാങ്ങുന്നതാവും ബെറ്റർ. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. സർട്ടിഫിക്കറ്റ് എന്ന് കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ളവർക്കാണെങ്കിൽ ബൈ പോസ്റ്റിൽ എന്ന് വന്നാലും കുഴപ്പമില്ല. ചിലർക്ക് ചിലപ്പോൾ അബ്രോഡൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റിൻ്റെ കയ്യിൽ വേണം എന്നുള്ളതുണ്ടാവും. അപ്പോൾ ബൈ പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ടാവും. ബൈ പോസ്റ്റിൽ കൊടുത്തിട്ടാണെങ്കിലും കോൺവെക്കേഷന് ശേഷം നിങ്ങൾക്ക് റീജിയണൽ സെൻറ്ററിൽ പോയിട്ട് ഡയറക്റ്റ് പോയി വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇഗ്നോ ഒറിജിനൽ സർട്ടിഫിക്കറ്റിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത്. എല്ലാവരും സർട്ടിഫിക്കറ്റൊക്കെ കണ്ടിട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ ഇഗ്നോ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.